ഈ ഒരു അവസരത്തിൽ ചുരുങ്ങിയ ചില ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സോ സാറിന്റെ ഒരു ക്വസ്റ്റ്യൻ, അതായത് സാറ് ആദ്യം അഭിനയിച്ച സിനിമ, അപ്പൊ സാറിനെ തന്നെ ആദ്യമായിട്ട് ആ ഒരു ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ എന്തായിരുന്നു സാറിന്റെ ആ ഒരു ഫീലിംഗ്, ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു സാർ? സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല, സീരിയസ്ലി പറയാം. പിന്നെ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ എന്നെയും കാട്ടി ആഗ്രഹം എൻ്റെ ഉമ്മക്കും ഉപ്പക്കും ആയിരുന്നു. അപ്പോൾ എൻ്റെ ഉപ്പ മരണപ്പെട്ടു. അപ്പോൾ ഒരുപാട് കരഞ്ഞു ഞാൻ സ്ക്രീനിൽ കണ്ടപ്പോൾ. ഒരുപാട് ജോലിക്ക് പോയിട്ടുണ്ട്, പല ജോലിക്ക് പോയിട്ടുണ്ട്. പക്ഷെ മനസ്സിൽ നല്ലൊരു കലാകാരനാകണം എന്നുള്ള ഒരു എന്തോ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഗൾഫിൽ പോയിരുന്നു, പക്ഷെ അവിടെ നിന്ന് നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പൊ വീട്ടിലാണ് ഭയങ്കര പ്രഷർ. 3 പെങ്ങന്മാരാണ് എനിക്ക്. അപ്പൊ അവരെ കല്യാണം, വീട്ടിലുപ്പൊക്കാണ് വയ്യ, അങ്ങനെ കുറെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ തരണം ചെയ്തിട്ടാണ് ഞാൻ ആ റിയാലിറ്റി ഷോയിൽ വരികയും പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് അതിൽ പിടിച്ചു നിൽക്കുകയും സിനിമയിലെത്തുകയൊക്കെ ചെയ്തപ്പോൾ ഇതൊക്കെ വലിയ സ്ക്രീനിൽ എന്നെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അതിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കരഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് ഇത് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ രണ്ടാമത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പോയിട്ട് കണ്ടപ്പോഴാണ് ശരിക്കും ആ സിനിമ കണ്ടത്. ഭയങ്കര സന്തോഷമായിരുന്നു. അത് നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്ക് അറിയില്ല. ഭയങ്കര സന്തോഷമായിരുന്നു. താങ്ക് യു സാർ. നമുക്ക് ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് 2 ചോദ്യം കേൾക്കാം. അടുത്തുള്ള ചോദ്യം ചോദിക്കരുത്. ഹായ് സാർ സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ലേ? അതിൽ ഒരുപക്ഷെ കോമഡി കഥാപാത്രങ്ങൾ കാണാം, നെഗറ്റീവ് കഥാപാത്രങ്ങൾ കാണാം, സീരിയസ് കഥാപാത്രങ്ങൾ കാണാം. അതിൽ ഏത് കഥാപാത്രമാണ് അഭിനയിച്ചത് ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ട് തോന്നിയത്? എനിക്ക് പൃഥ്വിരാജ് സാറിന്റെ കുരുതി എന്ന പടത്തിൽ ഞാൻ വേഷം ചെയ്തിരുന്നു, ഉമർ എന്ന് പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കോളുകൾ വന്നത് എന്താ വെച്ചാൽ കോമഡി ചെയ്യുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യത്യസ്തമായ വേഷം ചെയ്തപ്പം അത് തമിഴിൽ വരെ എനിക്ക് അങ്ങനെയല്ല അഹങ്കാരമായിട്ട് പറയില്ല കേട്ടോ. എനിക്ക് പ്രഭു സോളമൻ സാറ് വിളിച്ചത് തമിഴിലേക്ക് റോള്, പക്ഷെ തമിഴ് താങ്ക് യു. അപ്പോൾ വില്ലൻ വേഷങ്ങൾ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എനിക്കിപ്പോൾ ഇറങ്ങാനുള്ളതൊക്കെ അങ്ങനെ നെഗറ്റീവ് ക്യാരക്ടർ റോളുകളാണ് ഇനി വരാൻ പോകുന്നതൊക്കെ. അതന്നല്ല ചോദ്യം തന്നെയല്ലോ. അതെ. അപ്പോൾ ഇങ്ങനത്തെ വേഷങ്ങൾ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കോമഡി ചെയ്യാനെ കുറിച്ച് ബുദ്ധിമുട്ടാണ്. എന്നിട്ട് സെറ്റിൽ നമ്മൾ ചില തമാശകൾ പറയും ഭയങ്കര ശരിയാക്കി ഷൂട്ട് നടക്കുമ്പോൾ. പക്ഷെ തിയേറ്ററിൽ പോകുമ്പോൾ ഞാനിങ്ങനെ കാത്തിരിക്കും, പഠിച്ചോൻ ആ സീൻ വരുമ്പോൾ എല്ലാവരും ചിരിക്കുന്നൊക്കെ നോക്കുമ്പോൾ ആരും ചിരിക്കുന്നുണ്ടാവില്ല. അതിങ്ങനെ ഭയങ്കരമായിട്ടാണ് പോകും. പക്ഷെ എനിക്ക് വില്ലൻ വേഷങ്ങൾ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. ആക്ടിംഗ് ഒരു പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ വേറെ എന്തൊരു പ്രൊഫഷനായിരിക്കും പെയിന്റിംഗ് ആയിരിക്കും ജോലി. വീടുകളൊക്കെ പെയിന്റ് അടിക്കാൻ പോവാ, ചിലപ്പം അതിനെന്നായിരിക്കും പോവാ. ചിലപ്പോൾ വലിയൊരു മെസ്സേജ് ഒക്കെ ആയിട്ടുണ്ടാവും ഞാൻ. പക്ഷെ ചില കാര്യങ്ങളല്ല നമ്മൾ അതിയായി ആഗ്രഹിച്ചാൽ നമ്മൾ അവിടെ എത്തുന്നൊക്കെ പറയല്ലോ. നമ്മള് പ്രകൃതി പോലെ നമ്മളെ കൂടെ നിൽക്കുന്നു. അത്രയും ആഗ്രഹം നിങ്ങൾക്ക് എത്ര ഞാൻ പറഞ്ഞില്ലേ ചെറുപ്പം മുതലേ. ഞാനിപ്പോ എന്റെ കൂടെ ഒരു ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്, ആസിഫ് എന്ന് പറഞ്ഞിട്ട്. ആസിഫ് ഉണ്ട്, പിന്നെ ഒരു എഡിറ്ററാണ് സിനിമന്റെ, ഒരു ക്യാമറന്റെ അസോസിയേറ്റ് ഉണ്ട്. നമ്മൾ ചെറിയൊരു വർക്ക് കഴിഞ്ഞ് വരും അപ്പോൾ ഹൈലൈറ്റ് മാളില്. അപ്പോ ഞാൻ അവരോട് പറയും, ഞാൻ ചെറുപ്പത്തിൽ ഞാൻ TV വാടകയ്ക്ക് എടുക്കും. നമ്മള് ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്ത് പോയി ഞാൻ TV തലയിൽ വെച്ചിട്ട് എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഞാൻ. അപ്പൊ എന്നോട് ഇങ്ങനെ അവർ പറയും, നവാസ് എനിക്ക് അതൊക്കെ ഓർമ്മ ഉണ്ടടാന്ന്. ഞാൻ തീർച്ചയായിട്ടും അതൊന്നും ഞാൻ ഒരിക്കലും മറക്കൂല. അപ്പൊ അത്രയും ആഗ്രഹമായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഇനി വേറെ ആർക്കെങ്കിലും നമ്മുടെ സാറിനോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? അതെ, ഞാനിപ്പോ ഒരു പടത്തിന്റെ ഡബിങ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് സാറ് പറഞ്ഞു, ഡയറക്ടർ സാർ പറഞ്ഞു, നവാസെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഡബ് ചെയ്യാം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഞാനും ഡയറക്ടർ സാർ ഇങ്ങനെ ഇരിക്കാം. അപ്പൊ സാറ് ഇത് എന്നെങ്ങനെ നോക്കിക്കുക, അങ്ങനെ ഇരിക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു സാർ ഇന്നോട് നോക്കണെന്ന്. അപ്പൊ എന്നെ തിരിച്ചു ഇങ്ങനെ നോക്കിക്കുക. അല്ല സാർ നിങ്ങൾ എന്തെങ്ങനെ എന്നെ നോക്കി നിൽക്കുന്നതെന്ന്. അപ്പൊ എന്നോട് പറയാണ്, നവാസെ ഈ ക്യാരക്ടർ നീ ചെയ്തില്ല ഞാൻ വേറെ ആരെ കൊണ്ട് ചെയ്യിക്കുന്നു. അതെനിക്ക് ഭയങ്കര നല്ല അത്രക്ക് സന്തോഷം. എത്രമാതിരി ആർട്ടിസ്റ്റുകളുണ്ട് ഇവിടെ, ഒരു കഴിവില്ലാത്ത എന്നെ നോക്കി സാറ് പറഞ്ഞപ്പോൾ എനിക്ക് അത് ഭയങ്കര സന്തോഷമായി. ഞാനിത് നിങ്ങളോട് പറയണേ, ഒരുപാട് ഇന്റർവ്യൂല് സണ്ണി വേലുണ്ട്, വിനയ് ഫോർട്ട് ഉണ്ട്,
ഓലൊക്കെ ഇരിക്കുമ്പോൾ ഇന്റർവ്യൂവിൽ ഞാൻ ഇങ്ങനെ അടിച്ചു വിടുക, സാറിനോട് ഇങ്ങനെ പറഞ്ഞ് നീ ചെയ്തില്ലെങ്കിൽ ഈ ക്യാരക്ടർ വേറെ ആര് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഞാൻ അഹങ്കാരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇന്റർവ്യൂവിൽ സാറും ഇരുന്ന്, ഡയറക്ടർ സാറും ഇരുന്ന്. അപ്പൊ ഞാൻ ഈ ഡയലോഗ് അടിച്ചപ്പോൾ സാറിന്റെ പറഞ്ഞു, ഞാൻ അങ്ങനെ അല്ലാതെ ഉദ്ദേശിച്ചത് ഈ ചെറിയ പൈസക്ക് ഇന്നല്ലാതെ വേറെ ആരെയും കിട്ടുകയാണ്, അതാണ് സാറ് ഉദ്ദേശിച്ചത്. അപ്പൊ ഓക്കെ അല്ലേ? ചോദ്യങ്ങൾ കഴിഞ്ഞെന്ന് നന്ദി സർ. ഫസ്റ്റ് ലൊക്കേഷൻ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് സൗബിന്റെ കൂടെയാണ്, ഒരു ഓട്ടോ സീൻ ആയിരുന്നു. അപ്പൊ സൗബിനെ നിങ്ങളെ മനസ്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആദ്യം സിനിമയിലൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന എനിക്കാണ് ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയില്ല. ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി കുറച്ച് പഠിച്ചു. എന്നോട് ഞങ്ങൾ കുറച്ച് ഓടിക്കാനുണ്ടാവുള്ളൂ, നീ അങ്ങനെ ടെൻഷൻ അടിക്കണ്ടെന്ന്. അങ്ങനെ സെറ്റിലെത്തിയപ്പം സൗബിനുണ്ട് ഓട്ടോറിക്ഷയിൽ, വേറെ 2 ഓട്ടോറിക്ഷയില് ലുക്മാൻ, അവരൊക്കെ ഓട്ടോറിക്ഷയിലുണ്ട്. ഈ ഓട്ടോ ഡ്രൈവർ എന്നെയും കെട്ടിയാണ് കുറച്ച് ബാക്കോട്ട് ആക്കി തന്നു ഓട്ടോറിക്ഷ. എന്നിട്ട് ഗിയർ മാറ്റില്ല, ഇത് എനിക്കറിയില്ലല്ലേ. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മുന്നോട്ട് പോകേണ്ട വണ്ടി ബാക്കോട്ടാണ് പോയത്. അതിൽ സൗബിന് ഇറങ്ങി ഓടി, എടാ എനിക്ക് ഓടിക്കാൻ അറിയില്ലെന്ന്. ഞങ്ങൾ സാറങ്ങൾ ഇതാക്കരുത്, ഞാൻ ഓടിച്ചോളൂ, ഇത് ഗിയർ മാറ്റാത്ത പ്രശ്നം തന്നെ. അപ്പൊ സൗബിന് ഡയറക്ടർ അടുത്ത് അങ്ങോട്ട് പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടുന്ന് സെറ്റിൽ നിന്ന് പോകേണ്ടി വരുന്നു. തിരിച്ചു വന്ന് സൗബിനെ പറഞ്ഞു, നവാസേ ടെൻഷൻ അടിക്കണ്ട, 100 ടേക്ക് വരെ എനിക്ക് ഇവിടുന്ന് പോവാം, അതിന് ആരും ഒന്നും പറയില്ല. അത് സൗബിൻക്ക് എനിക്ക് തന്ന വലിയൊരു സപ്പോർട്ട് അത്. ആരും ഒന്നും പറയില്ല, സൗബിന് വേറെ ലെവല്. സാറ് നേരത്തെ മിമിക്രി ചെയ്യുന്നല്ലോ, ഇപ്പൊ 2 ആരെങ്കിലും സാറിന് ഇമിറ്റേറ്റ് ചെയ്താൽ കേൾക്കാൻ. എന്റെ പേരെന്താണ്? ഇതിന് വലിയൊരു പണി കിട്ടാനില്ല. അപ്പൊ മിമിക്രി എടുത്തിട്ടാണെങ്കിൽ ഈ ബഹുമാനക്കാണ്ട് ഇല്ലാണ്ടാവും, കുറെ അവിടെ ചെയ്തിട്ട്. എന്നാലും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചെയ്യാം. നമ്മൾക്ക് സഞ്ചാരം എന്ന പ്രോഗ്രാം കാണില്ലേ, അതില് ഒരു വോയിസ് ഓവർ പോകുന്നുണ്ട്. അയാളെ പേരിക്ക് കറക്റ്റ് സന്തോഷ് ജോർജ് കൊടുക്കുന്ന സാറല്ല, വേറെ ഒരാളെ സൗണ്ടാണ്. അപ്പൊ ചിലപ്പം കേട്ടെങ്കിൽ മനസ്സിലാവും, ഒന്ന് ചെയ്തു നോക്കാം. അമ്പരചുംബികളായ ഈ രാജ്യത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഈ രാജ്യം എന്നെ വല്ലാതെ മാടി വിളിക്കുന്നതായി എനിക്ക് തോന്നി. എന്നോടൊപ്പം അമേരിക്കക്കാരനായ വെൻ എന്ന സതീർത്ഥനായ ഒരു ഗൈഡുമുണ്ട്. ഈ യാത്രയിലുടനീളം വെൻ ഒരുപാട് തമാശകൾ പറഞ്ഞ് എന്നെ പൊട്ടിച്ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അദ്ദേഹത്തിന്റെ ഭാഷ മനസ്സിലാകുന്നില്ല. തിരികെ നാട്ടിലെത്തി എന്റെ സുഹൃത്തുക്കളോട് വെൻ പറഞ്ഞ തമാശകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആ സത്യം മനസ്സിലാക്കി. ഈ യാത്രയിലുടനീളം വെൻ എന്റെ തന്തയ്ക്ക് വിളിക്കുകയായിരുന്നു സത്യം. താങ്ക് യു. ഓക്കെ അല്ലേ? താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അടുത്തതായി കേരള കാർഷിക സർവകലാശാല 2024-25 തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ പാട്രൺ ഓണറബിൾ വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് IAS അവർകളാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ യൂണിയന് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി കേരള കാർഷിക സർവകലാശാല വൈസ് പാട്രൺ ഡോക്ടർ ബെരൻ പത്രോസ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.